ജീവിതത്തിൽ തോൽവികൾ വരും. അവ നിന്നെ അവസാനിപ്പിക്കാനല്ല, കൂടുതൽ ശക്തനാക്കാനാണ് വന്നിരിക്കുന്നത്. ഇന്ന് നിന്നെ കളിയാക്കുന്ന ആളുകൾ നാളെ നിന്റെ വിജയത്തെക്കുറിച്ച് സംസാരിക്കും. നമ്മുടെ സ്വപ്നങ്ങൾ കയ്യെത്തിപ്പിടിക്കാൻ സമയമായി. ഒന്നിച്ചു മുന്നോട്ടു പോകാം, നമുക്കത് സാധിക്കും. നന്ദി. ജീവിതത്തിൽ തോൽവി വന്നാൽ ചിലർ നിൽക്കും, പക്ഷെ ചിലർ അവരാണ് ചരിത്രമെഴുതുന്നത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു സത്യമാണ്. നമ്മളെ തകർക്കാൻ വരുന്ന പ്രശ്നങ്ങൾ നമ്മളെ കൂടുതൽ ശക്തരാക്കാനാണ് വരുന്നത്. നിന്നെ ആരെങ്കിലും പരിഹസിച്ചിട്ടുണ്ടോ? നിനക്കൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ ലോകം ചിരിച്ചത് പല വിജയികളെയും കണ്ടാണ്, പക്ഷേ അവസാനം ലോകം കൈയടിച്ചത് അതേ ആളുകൾക്കാണ്. നീ ഇപ്പൊ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ കരയണ്ട. കാരണം സ്ട്രഗിൾ ഇല്ലാത്ത ജീവിതം നെറ്റ്ഫ്ലിക്സ് സിനിമ പോലെയാണ്. കാണാൻ ഭംഗിയുണ്ടാവും, പക്ഷെ ഓർക്കാനൊന്നും ഉണ്ടാകില്ല. ഒരു കാര്യം മനസ്സിലാക്കൂ, നിന്റെ ഡ്രീം അത് ചെറിയതല്ല, അതുകൊണ്ടാണ് വഴി കഠിനമായിരിക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് ഷോർട്ട് വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് മോട്ടിവേഷനായിട്ട് വളരെ സിമ്പിളായിട്ട് ഇങ്ങനത്തെ വീഡിയോസ് നിർമ്മിച്ചിട്ട് ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്താൽ മതി. നിങ്ങൾ ജസ്റ്റ് ഒന്നൊരു ചാനൽ തുടങ്ങുക. അതിനുശേഷം ഇതുപോലത്തെ ഒരു ചാനൽ തുടങ്ങുക. ചാനൽ തുടങ്ങിയതിന് ശേഷം ഇതുപോലത്തെ മോട്ടിവേഷനായിട്ട് ഡെയിലി ഓരോരോ വീഡിയോ അപ്ലോഡ് ചെയ്താൽ മതി. ഷോർട്ട് വീഡിയോ മില്യൺ വ്യൂസ് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ ക്രിയേറ്റിവിറ്റി ഒഴിവാക്കിയിട്ട് ഒരു 10 മിനിറ്റിൻ്റെ സമയമുള്ളൂ, അത് ഒഴിവാക്കിയിട്ട് നിങ്ങൾ വേറെ വീഡിയോസ് ഇടാൻ പോകുമ്പോഴത്തേക്കാണ് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അങ്ങനത്തെ എല്ലാം വരുന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ഇങ്ങനത്തെ ഒരു മോട്ടിവേഷൻ, നിങ്ങൾ സ്വന്തമായിട്ട് ഫേസ് കാണിക്കേണ്ട ആവശ്യമില്ല, വോയിസ് ഓവർ കൊടുക്കേണ്ട ആവശ്യമില്ല, ഒന്നുമില്ല. നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഇതുപോലത്തെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ സംസാരിച്ച് സമയം കളയാതെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഫുള്ള് ഫ്രീ ആണ്, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ChatGPT പോവുക. ChatGPT പോയതിന് ശേഷം ഇവിടെ ChatGPT ഓപ്പൺ ചെയ്യുക. ChatGPT ഓപ്പൺ ചെയ്തതിന് ശേഷം ന്യൂ ടാബിൽ പോവുക. ന്യൂ ടാബിൽ പോയിട്ട് നിങ്ങൾ ഇവിടെ ഒരു മൈക്കിൻ്റെ ഓപ്ഷൻ കാണിക്കുന്നുണ്ടാവും. ഈ മൈക്കിൻ്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. മൈക്കിൻ്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്താണോ പറയാനുള്ളത്, ChatGPT ഓൾറെഡി ഇതിൽ മൈക്കിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. നിങ്ങൾക്ക് മലയാളത്തിൽ തന്നെ പറഞ്ഞു കൊടുത്താൽ മതി കേട്ടോ. അതിന് ട്രാൻസ്ലേറ്ററിലൊന്നും പോകേണ്ട ആവശ്യമില്ല. ഞാൻ ഓൾറെഡി മുന്നേ ട്രാൻസ്ലേറ്ററിൽ യൂസ് ചെയ്തുകൊണ്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഇവിടെ മൈക്കിൽ ഞാൻ പറയുന്നുണ്ട്. ഞാനൊരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് കാണിച്ചു തരികയാണ്. അപ്പോൾ ഇവിടെ പറയേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊരു ബ്രോഡ്കാസ്റ്റിംഗ്, ഒരു മലയാളം പെൺകുട്ടി ബ്രോഡ്കാസ്റ്റിംഗ് ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്ത് തരണം എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ഓൾറെഡി ഇവിടെ കൊടുത്ത സമയത്ത് തന്നെ നമുക്കിവിടെ ടൈപ്പ് ചെയ്തിട്ട് പോയിട്ടുണ്ട് കേട്ടോ. നമ്മൾ മലയാളത്തിൽ വോയിസ് ഓവർ കൊടുത്തത് ഇവിടെ ടൈപ്പ് ചെയ്ത് പോയിട്ടുണ്ട്. നമുക്ക് ഇമേജ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇമേജ് കിട്ടും കേട്ടോ. ഓക്കെ, നമുക്ക് നല്ല അടിപൊളിയായിട്ട് ബ്രോഡ്കാസ്റ്റിംഗ് മലയാളം ഒരു ഇമേജ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എന്ത് വേണം? ഇത് നമുക്ക് ലോങ് വീഡിയോയിലാണ് കിട്ടിയിരിക്കുന്നത്, നമുക്ക് ഷോർട്ട് ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കൊടുക്കട്ടെ. ഞാൻ ഓൾറെഡി തെറ്റിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഞാനത് പറഞ്ഞിട്ടില്ല. 16:9 നമുക്ക് 9:16 ആണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് 9 കൊടുക്കുക. അതിനുശേഷം പോയിന്റ് കൊടുക്കുക, 16. ഓക്കെ, ഇത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ പറയുക ഷോർട്ട് വീഡിയോ റേഷ്യോ. ഷോർട്ട് വീഡിയോ റിഷ്യൂന്ന ഷോർട്ട് വീഡിയോ ഇമോജിന്ന എന്തെങ്കിലും കൊടുത്താൽ മതി കേട്ടോ. ഇമേജിന്ന എന്തെങ്കിലും കൊടുത്താൽ മതി. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്ക് 9:16 കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ഷോർട്ട് വീഡിയോ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ട് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് ChatGPT കൊണ്ട് പറഞ്ഞാൽ മതി. ഓക്കെ, നമുക്ക് ഷോർട്ട് വീഡിയോയിൽ ഈ ഇമേജ് വളരെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ക്ലാരിറ്റിയോട് കൂടിയിട്ട് ബ്രോഡ്കാസ്റ്റിംഗ് ചെയ്യുന്ന രൂപത്തിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം എന്ത് ചെയ്യേണ്ടത്? ഇത് ജസ്റ്റ് ഒന്ന് ഇമേജ് ഡൗൺലോഡ് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ഇമേജ് ഇത് പെർഫെക്റ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ, നല്ല അടിപൊളിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് പറയേണ്ട രൂപത്തിൽ വേറൊരു രൂപത്തിൽ പറഞ്ഞാൽ മതി കേട്ടോ. ഡ്രസ്സ് എന്താണോ മാറ്റേണ്ടത്, മുടി വളർത്തണോ, മുടി വേറെ എന്തെങ്കിലും സ്റ്റൈൽ വേണോ എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ കിട്ടും കേട്ടോ. എനിക്ക് ഡ്രസ്സ് റെഡ് കളർ ഡ്രസ്സ് വേണം, റെഡ് കളർ ഡ്രസ്സ് ഇട്ട നല്ല ക്യൂട്ടായ പെൺകുട്ടി വേണം. ഓക്കെ, അപ്പോൾ അങ്ങനെ കൊടുത്താൽ മതി. അപ്പോഴത്തേക്ക് തന്നെ നമുക്ക് അതേ ഈ സ്റ്റൈലിൽ വേറൊരു രൂപത്തിൽ കിട്ടും. അപ്പോൾ നമുക്ക് ഏതാണോ സ്റ്റൈൽ വേണ്ടത് ആ സ്റ്റൈലിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നും കൂടി കൊടുത്തത് കേട്ടോ. നമുക്ക് അതന്നെ നല്ല ഇമേജാണ്, നല്ല അടിപൊളിയായിട്ട് ഇമേജ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വേറെ ഒരു റെഡ് ഡ്രസ്സ് ഇട്ടത് കിട്ടുന്നുണ്ടോ നോക്കാം കേട്ടോ. വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഡ്രസ്സ് മാറ്റി തന്നിട്ടുണ്ട് കേട്ടോ. നല്ല റെഡ് ഡ്രസ്സായിട്ടുണ്ട്.
ക്യൂട്ടായ പെൺകുട്ടിയായിട്ടുണ്ട്, എല്ലാം മാറിയിട്ടുണ്ട്, ഫുള്ള് വ്യത്യാസത്തിൽ മാറിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. നമുക്ക് ഏതാണോ ഇമേജ് വേണ്ടത് ആ ഇമേജ് ഡൗൺലോഡ് ചെയ്തെടുത്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് ആദ്യം കിട്ടിയത് മതിയെങ്കിൽ അതെടുത്താൽ മതി, രണ്ടാമത് കിട്ടിയാൽ മതിയെങ്കിൽ ഇതെടുത്താൽ മതി. അപ്പോൾ അതിന് ശേഷം എന്ത് ചെയ്യണ്ടേ, നമുക്ക് ഈ പെൺകുട്ടി ഒരു മോട്ടിവേഷൻ ക്ലാസ് എടുക്കുകയാണ്. അതിൻ്റെ സ്ക്രിപ്റ്റ് വേണം, നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മോട്ടിവേഷൻ സ്ക്രിപ്റ്റാണ് വേണ്ടത്. നമുക്കൊരു സ്ക്രിപ്റ്റാണ് വേണ്ടത്. അപ്പോൾ സ്ക്രിപ്റ്റ് നമുക്ക് എന്താണോ വേണ്ടത് ആ സ്ക്രിപ്റ്റ് നമുക്ക് ഇവിടെ കിട്ടും കേട്ടോ. നമുക്ക് നോക്കാം എങ്ങനെ തരുന്നത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന ഒരു സത്യമാണ്, നമ്മളുടെ തകർക്കാൻ വരുന്ന പ്രശ്നങ്ങൾ നമ്മളെ അങ്ങനത്തെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മോട്ടിവേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്, ഇങ്ങനത്തെ ഒരു മോട്ടിവേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ തോൽക്കാൻ ചിലർ നിൽക്കും, പക്ഷേ ചിലർ അവരാരാണെന്ന് ചരിത്രം എഴുതുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ടിങ് മുതലേ വേണം കേട്ടോ. അപ്പോൾ അതിനെന്ത് ചെയ്യണ്ടേ, ജസ്റ്റ് ഒന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇമേജ് ക്രിയേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്, നമുക്ക് ഒരു മോട്ടിവേഷനും കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് എന്താ ചെയ്യണ്ടേ, ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൻ്റെ ലൈന് ജസ്റ്റ് ഒന്ന് എടുക്കാം കേട്ടോ. ഒരു സെൻറ്റൻസ് എടുക്കുക. നമുക്ക് ആദ്യത്തെ സെൻറ്റൻസ് എടുത്തതിന് ശേഷം ഇത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തെടുക്കുക. കോപ്പി ചെയ്തെടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണ്ടേ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്ലേ സ്റ്റോറിൽ പോയിട്ട് വൈറ്റ് ക്രിയേറ്റ് എന്ന ആപ്പ് ഓൾറെഡി ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഓൾറെഡി ഇതിലുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ വേറെ വൈറ്റ് ക്രിയേറ്റ് ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ ഇല്ലയെന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്താൽ മതി. ജസ്റ്റ് വൈറ്റ് ക്രിയേറ്റ് എന്ന് അടിച്ചു കൊടുത്താൽ മതി. അതിന് ശേഷം നമ്മൾക്കിത് ഇവിടെ ക്ലിക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ കാണിക്കാൻ മറന്നുപോയി, ജനറേറ്റ് വീഡിയോ എന്നുള്ളതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ജനറേറ്റ് വീഡിയോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് അപ്ലോഡ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. നമുക്ക് ഏത് ഇമേജാണോ ഇടേണ്ടത് ആ ഇമേജ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ജസ്റ്റ് ഒന്ന് ആ ഇമേജ് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ എടുത്ത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ എടുത്ത വോയിസ് നമുക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ജനറേറ്റിൽ ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇവിടെ നിങ്ങൾക്ക് എൻജോയ് അൺലിമിറ്റഡ് ജനറേറ്റ് ഫ്രം 12 AM to PM എന്നെല്ലാം കാണിക്കുന്നുണ്ട്. ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കത് ചെയ്യേണ്ട ആവശ്യമില്ല. അഥവാ നിങ്ങൾക്ക് രാത്രി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പകൽ അൺലിമിറ്റഡ് ഫ്രീ ആയിട്ട് കിട്ടും കേട്ടോ. ചിലപ്പോൾ രാത്രി കിട്ടാത്തത് കൊണ്ടായിരിക്കും ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ വരുന്നുള്ളത്. അപ്പോൾ അത് എനിക്ക് ഓൾറെഡി കിട്ടുന്നുണ്ട്, ഇപ്പോൾ ഓൾറെഡി ഇതാണെന്നുണ്ട്. പക്ഷേ ഇവിടെ 12 മണി മുതൽ 9 മണി വരെയെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് കുറച്ച് സമയം കഴിഞ്ഞിട്ട് നിങ്ങൾ രണ്ടാമത് നോക്കിയാൽ മതി. അപ്പോൾ ക്ലിയർ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ വെയിറ്റ് ചെയ്യാം. ജീവിതത്തിൽ തോൽവി വന്നാൽ ചിലർ നിൽക്കും, പക്ഷെ ചിലർ അവരാണ് ചരിത്രം എഴുതുന്നത്. ജീവിതത്തിൽ തോൽവി വന്നാൽ ഓക്കെ. അപ്പം നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഇമേജ് കിട്ടിയിട്ടുണ്ട്, വീഡിയോ കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷം എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ യൂസ്ഡ് വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുക. യൂസ്ഡ് വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എഡിറ്റിംഗ് ആപ്പിലേക്ക് പോകും. ഇതന്നെ എഡിറ്റിംഗ് ആപ്പിലേക്ക് പോകും. ഓക്കെ. ഓക്കെ. അതിന് ശേഷം എന്ത് ചെയ്യണ്ടേ, അതിന് ശേഷം നിങ്ങൾ ഇവിടെ പ്ലസ് ബട്ടണിൽ കാണുന്നുണ്ടല്ലോ, ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ജനറേറ്റ് വീഡിയോ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അതേ ഇമേജ് രണ്ടാമത് റിപ്പീറ്റ് ആയിട്ട് അതേ ഇമേജ് ഇട്ട് കൊടുക്കുക. നിങ്ങൾ ആ ഒറ്റൊരു 8 സെക്കൻഡ് മാത്രം ഇട്ടത് ഡയറക്റ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കരുത്. അപ്പോൾ അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ AI ഇട്ടാൽ നമുക്ക് കോപ്പിറൈറ്റ് കിട്ടുന്നുണ്ട്, അത് വരുന്നുണ്ട്, ഇത് വരുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് കുറേ ആൾക്കാർ കംപ്ലയിൻറ്റ് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് നല്ല സ്റ്റോറി ക്രിയേറ്റ് ചെയ്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അപ്പോൾ രണ്ടാമത്തെ ലൈനും കൂടി നമുക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. പേസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ എങ്ങനെയാണ് വരുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു സത്യമാണ്. നമ്മളെ തകർക്കാൻ വരുന്ന പ്രശ്നങ്ങൾ നമ്മളെ കൂടുതൽ ശക്തരാക്കാനാണ് വരുന്നത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു സത്യമാണ്. വളരെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെയും യൂസ്ഡ് വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുക. യൂസ്ഡ് വീഡിയോയിലേക്ക് ഇടാട്ടോ. വളരെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫുള്ളും കൂടി ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് മാച്ച് ചെയ്ത് നോക്കാം എങ്ങനെയാണ് വരുന്നുള്ളത്. നമ്മളെ കൂടുതൽ ശക്തരാക്കാനാണ് വരുന്നത് എന്നുള്ള അവിടം വരെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ആ സെൻറ്റൻസിൽ ഫുള്ള് കിട്ടിയിട്ടുണ്ടോ നോക്കട്ടോ. നമ്മളെ ശക്തനാക്കാനാണ് വരുന്നത്. ഓക്കെ, അത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയാണോ ഭാഗം ഉള്ളത് ആ ഭാഗം മാത്രം എടുത്തിട്ട് നമുക്ക് രണ്ടാമത് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഞാൻ എന്താക്കുന്നത്, മൂന്നാമത്തത് പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. അത് ഫുള്ളായിട്ട് കിട്ടത്തില്ല, 8 സെക്കൻഡ് മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണ്ടേ, നമുക്ക് അതിൻ്റെ ഒരു കുറച്ച് സെൻറ്റൻസ് മാത്രം മതി. ഓക്കെ. അപ്പോൾ അതിന് ശേഷം രണ്ടാമത്
അതേപോലെ നമ്മൾ പ്ലസ് ബട്ടണിൽ അമർത്താം. അതിനുശേഷം ജനറേറ്റ് വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ആ ഇമേജ് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഡണ്ണ് കൊടുക്കുക. അതിനുശേഷം നമുക്ക് അതും കൂടി പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. രണ്ടാമത് നമ്മൾ മൂന്നാമത്തെ പ്രോംപ്റ്റ് സെൻറ്റൻസും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് നല്ലൊരു ഫുള്ള് ലെങ്തി വീഡിയോസ് നമുക്ക് കിട്ടും കേട്ടോ. ഓക്കെ, നമുക്ക് മൂന്നാമത്തെ വീഡിയോ കൂടി കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം എന്ത് ചെയ്യണ്ടേ? അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് പ്രോംപ്റ്റ് ഏതാണെന്ന് നോക്കണം കേട്ടോ. നെക്സ്റ്റ് പ്രോംപ്റ്റ് ഏതാണെന്ന് നോക്കിയതിന് ശേഷം ഇവിടെ പറഞ്ഞിട്ടുണ്ടോ എന്ന ഭാഗമാണ് ഓൾറെഡി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതൊന്നും കൂടി നോക്കാം നമുക്ക് ഏത് ഭാഗമാണ് ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ കേൾക്കൂ എന്നുള്ള ഭാഗം ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നെക്സ്റ്റ് അതിൻ്റെ അടുത്ത ലൈൻ ഏതാണെന്ന് നോക്കണം. ഓക്കെ, അപ്പോൾ കേൾക്കൂ എന്നുള്ളത് കിട്ടി. ലോകം ചിരി വിജയം. ഓക്കെ, അതിനുശേഷം ഇത് ജസ്റ്റ് ഒന്ന് ഇവിടുന്ന് കോപ്പി ചെയ്തെടുക്കാം. ഓക്കെ, അതിൻ്റെ ബാക്കി കേട്ടോ, അതിൻ്റെ ബാക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തെടുക്കാം. പ്ലസ് ബട്ടണിൽ അമർത്താം. ഇവിടെ ജനറേറ്റ് വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുക, ഇമേജ് ഇടുക, ഡണ്ണ് കൊടുക്കുക, കോപ്പി പേസ്റ്റ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ കൂടി ക്രിയേറ്റ് ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് അത് ഫുള്ളായിട്ടൊന്ന് എങ്ങനെയാണ് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് ഞാൻ ഫുള്ളായിട്ട് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. യൂസർ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക? നെക്സ്റ്റ് പ്രോംപ്റ്റ് എടുക്കാം കേട്ടോ. അപ്പം ലോകം കൈയടിച്ചത് അതേ ആളുകൾക്കാണ് എന്ന ഭാഗ്യമാണ് കിട്ടിയിട്ടുള്ളത്. അതേ ആളുകൾക്കാണ്. അപ്പോൾ അതിനുശേഷം നെക്സ്റ്റ് എന്താണോ കൊടുക്കേണ്ടത്? നെക്സ്റ്റ് അതിനായിട്ട് കുറച്ച് ഭാഗമുണ്ടല്ലോ അതിൻ്റെ താഴത്തെ, അതും കൂടി കോപ്പി ചെയ്തെടുക്കാം കേട്ടോ. എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് അത് ഫുള്ളായിട്ട് കിട്ടിയാൽ മാത്രമേ അത് ഒരു ഭംഗി ഉണ്ടാവത്തുള്ളൂ. നമ്മൾ പകുതി എടുത്തു, പകുതി കട്ടായി, അതിൻ്റെ ശേഷം ബാക്കിയാണ് വന്നത്, പകുതി ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് അത് ചിലപ്പോൾ മോട്ടിവേഷൻ ആണെങ്കിൽ അവിടെ പകുതി വോയിസ് ഇല്ലെങ്കിൽ ബോറിംഗ് ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമുക്ക് ആ വോയിസ് കറക്റ്റായിട്ട് മാച്ചായിട്ട് വരുന്നുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ രണ്ടാമത്തെ പ്രോംപ്റ്റ്, രണ്ടാമത്തെ സ്ക്രിപ്റ്റ് അതിൻ്റെ ബാക്കി എടുത്താൽ മതി കേട്ടോ. അതിന് ശേഷം ഇടണം. അപ്പോൾ നമുക്ക് വോയിസിൽ കറക്റ്റായിട്ട് കിട്ടണം. അതെങ്ങനെയാണെന്ന് ഇത് ഫുള്ള് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അതുകൊണ്ടാണ് കഠിനമായിരിക്കുന്നത്. ആ ലാസ്റ്റ് വേർഡ് ഓർത്ത് നോക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നമുക്കിവിടെ പ്രോംപ്റ്റിൽ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ കഠിനമായിരിക്കും അത് ഫുള്ളായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഇവിടെ കുറേ അതേപോലത്തെ പ്രോംപ്റ്റുകളുണ്ട്, അത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുക. അപ്പം ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് എന്ത് ചെയ്യുന്നത് അവിടെ വെച്ച് കട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇവിടെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് മുതൽ നമ്മൾ ഒന്നും കൂടി നോക്കാട്ടെ എങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ കേൾക്കൂ എന്നുള്ള ഭാഗത്ത് ചെറിയൊരു ലാഗ് വരുന്നുണ്ട്. അത് എവിടെയാണെന്ന് നോക്കിയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് കട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, ഇവിടെ ചെറിയൊരു ലാഗ് വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, സ്പ്ലിറ്റ് കൊടുക്കുക. അതിനുശേഷം ആ ഭാഗം ഡിലീറ്റ് ചെയ്യുക. ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇവിടെ രണ്ടാമത് നോക്കട്ടെ. പ്രോപ്റ്റായി. അപ്പോൾ ഇവിടെ 2 പ്രാവശ്യം വോയിസ് വന്നിട്ടുണ്ട്. ഇവിടെയും വന്നിട്ടുണ്ട്, ഇവിടെയും വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെന്ത് ചെയ്യണ്ടേ? നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഇവിടെ 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്യുക, ഈ ഭാഗം ഡിലീറ്റ് ചെയ്ത് കളയുക. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ. ഓക്കെ,
അപ്പോൾ അതിന് നെക്സ്റ്റ് വീഡിയോസ് നെക്സ്റ്റ് പ്രോംപ്റ്റ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഭാഗം കൂടി കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് എത്രയാണോ ഭാഗം ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് ആ ഭാഗം അനുസരിച്ച് നമുക്കൊരു ഷോർട്ട് വീഡിയോ ഒക്കെ ഉള്ള ഫുള്ള് വീഡിയോ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഒരു പുകയും തീയെല്ലാം വരുന്നുണ്ട്. അത് വേണ്ടെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യാം കേട്ടോ. അതൊരു ഇതിന് വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്, എന്നാലും കുഴപ്പമൊന്നുമില്ല. ട്രാൻസ്ലേറ്റർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും ട്രാൻസ്ലേറ്റർ കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ക്യൂട്ടായിരിക്കും കാണാൻ. ജസ്റ്റ് ഒന്ന് ഇത് കൊടുക്കാം, അതിനുശേഷം ഡെണ്ണ് കൊടുക്കാം. ഡെണ്ണ് കൊടുക്കുന്നതിന് സമയത്ത് ഇവിടെ വേറെ ട്രാൻസ്ലേറ്റർ യൂസ് ചെയ്യാം. ഏതാണ് യൂസ് ചെയ്യേണ്ടത്, നമുക്ക് ഏതാണ് ആവശ്യം അത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ജസ്റ്റ് ഒന്ന് അത് ഓരോന്ന് കൊടുത്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ഏതെങ്കിലും ഒന്ന് കൊടുത്താൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെയാണോ വരേണ്ടത് വീഡിയോ. ഓക്കെ, അങ്ങനെ നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ വീഡിയോ എങ്ങനെ വരുന്നുണ്ട് നോക്കാം. ഇതുപോലത്തെ വീഡിയോ നിർമ്മിക്കാൻ പറ്റും. അതിന് ശേഷം എന്ത് ചെയ്യുക, എക്സ്പോർട്ട് ചെയ്യുക. വേണമെന്നുണ്ടെങ്കിൽ വീഡിയോസ് കുറച്ച് സൂം ആക്കണമെന്ന് വിചാരിച്ചാൽ സൂം ആക്കാം. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും വേറെ ലെറ്റർ കാര്യങ്ങളൊക്കെ അവിടെ എക്സ്ട്രാ വന്നിട്ടുണ്ടെങ്കിൽ സൂം ചെയ്തിട്ട് സൂം ആക്കിയിട്ട് കൊടുക്കുക, കുറച്ച് ലോങ് ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഇപ്പം ഞാൻ ഒരു വീഡിയോ അത് ഓരോന്ന് ജസ്റ്റ് ഒന്ന് ഇവിടെ നമുക്കിവിടെ തമിഴിൽ ചെറിയൊരു ലെറ്റർ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് വേണ്ട, ഹൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അതിൽ ക്ലിക്ക് ചെയ്യുക, ജസ്റ്റ് ഒന്ന് സൂം ആക്കി കൊടുക്കാം കേട്ടോ. ഇങ്ങനെ സൂം ആക്കാൻ പറ്റും, സൂം ആക്കി കൊടുക്കാം. സൂം ആക്കി കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആ ലെറ്റർ പോയി അവിടെ എന്തെങ്കിലും സൈഡിൽ എന്തെങ്കിലും വന്നിട്ടുണ്ട്, എക്സ്ട്രാ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതും കൂടി അവിടുന്ന് പോയി കിട്ടും കേട്ടോ. ജസ്റ്റ് ഒന്ന് സൂം ആക്കി കൊടുക്കാം. ഓക്കെ, അതിനുശേഷം ഇത് ഇപ്പോൾ പ്ലേ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് അതിനുശേഷം വേറൊരു കാര്യം കൂടിയുണ്ട്. നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു ബസ്സിലെല്ലാം യാത്ര ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഇതെന്താണെന്ന് ചിലപ്പോൾ അവർക്ക് കേൾക്കത്തില്ല. ചിലപ്പോൾ എല്ലാവരുടെ ഞാനിത് അപ്ലോഡ് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. ചിലപ്പോൾ നമുക്ക് ഇത് ബസ്സിലെല്ലാം ഉള്ള സമയത്ത് ബസ്സിലെല്ലാം ഉള്ള ആൾക്കാർ വോയിസ് കേൾക്കാൻ ചിലപ്പോൾ പറ്റത്തില്ല. അപ്പോൾ അവിടെ ടൈപ്പ് ചെയ്തിട്ട് വരണം. നമുക്ക് ഓട്ടോമാറ്റിക്കലി ടൈപ്പ് ചെയ്തിട്ട് ലെറ്റർ ആയിട്ട് വരണം. അപ്പോൾ അതെന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നും കൂടി ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ പോകേണ്ട എവിടെയെന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ എഡിറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടല്ലോ. ഇൻസ്റ്റാഗ്രാമിൻ്റെ എഡിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷനും ഉണ്ട്. ഇത് ഓൾറെഡി ഇവിടെ ഞാൻ മാർക്ക് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യട്ടോ. ഇൻസ്റ്റാഗ്രാമിൻ്റെ എഡിറ്റ്സ് ആണിത്. ഇതിൽ ജസ്റ്റ് ഒന്ന് ആ വീഡിയോസ് നമ്മളെടുത്ത വീഡിയോസ് ജസ്റ്റ് ഒന്ന് ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ വീഡിയോ ആണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ കൊടുക്കാം. ഓക്കെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആ വീഡിയോസ് ഇവിടെ വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇവിടെ എഡിറ്റ്സ് ഓക്കെ. നമുക്കിത് എന്ത് ചെയ്യണ്ടേ, ഇതിപ്പോൾ നമുക്ക് ഓട്ടോ ക്യാപ്ചർ കൊടുക്കണം. അതിനുശേഷം അതിനിവിടെ എന്ത് ചെയ്യട്ടെ, ക്യാപ്ചർസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ടാവും ഇവിടെ താഴത്ത്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വീഡിയോ ഫോർ ഓട്ടോ ഡിറ്റക്ഷൻ. ഓക്കെ, സ്പീച്ച് ലാംഗ്വേജ് ഓട്ടോ ഡിറ്റക്ഷൻ എന്ന് ഇവിടെ എന്താണ് കൊടുക്കുക, മലയാളത്തിൽ കൊടുക്കുക കേട്ടോ. മലയാളം എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാം. മലയാളം എവിടെയുണ്ട്, മലയാളം ഇതന്നെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, ക്യാപ്ചർ കൊടുക്കാം. ഇവിടെ ജസ്റ്റ് വെയിറ്റ് ചെയ്യാണ്. ഇവിടെ വെയിറ്റിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്താണ് വോയിസ് എന്ന് ക്യാപ്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 60 സെക്കൻഡായി. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് കറക്റ്റായിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ജീവിതത്തിൽ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യുക, ക്യാപ്ചർ ഓരോന്ന് ക്യാപ്ചറും ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ ഇവിടെ ക്യാപ്ചർ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ക്യാപ്ചറിന് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ക്യാപ്ചറിന് നമുക്ക് ഏതെങ്കിലും ഒരു ക്യാപ്ചർ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇത് നമുക്ക് ഇവിടെ ഫുള്ള് ക്യാപ്ചർ എല്ലാം വന്നിട്ടുണ്ട് കേട്ടോ, ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട് എല്ലാം കൂടിയിട്ട്. അതിനുശേഷം നമുക്കിത് കുറച്ച് വലുതാക്കണമെന്ന് തോന്നിയാൽ വലുതാക്കാം കേട്ടോ, വലുതാക്കാം. ഇനിയിപ്പോൾ ആ ക്യാപ്ചറിനെ നമുക്ക് കളർ സ്റ്റൈൽ ചേഞ്ച് ആക്കണം. ഇപ്പോൾ സ്റ്റൈൽ ചേഞ്ച് ആക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ സ്റ്റൈൽ കൊടുക്കാം കേട്ടോ, ഇങ്ങനെ കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഏതാണോ സ്റ്റൈൽ നമുക്ക് ആവശ്യമുള്ളത് ആ സ്റ്റൈലിൽ കൊടുക്കാം കേട്ടോ. നമുക്ക് പിങ്ക് വേണമെങ്കിൽ പിങ്ക്, ബ്ലാക്ക് ഷെയ്ഡിൽ വേണമെങ്കിൽ ബ്ലാക്ക് ഷെയ്ഡിൽ, അല്ലെങ്കിൽ വേറെ ലെറ്ററിൽ വേണമെങ്കിൽ ലെറ്ററിൽ, ഇതിങ്ങനെ ടൈപ്പായിട്ട് പോകുന്ന രൂപത്തിൽ വേണമെങ്കിൽ ഏത് സ്റ്റൈലിൽ വേണമെങ്കിൽ കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് പിങ്ക് ഇങ്ങനെ പോകുന്ന രൂപത്തിലാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് ഓട്ടോമാറ്റിക്കലി ഇവിടെ വന്നിട്ടുണ്ടാവും. ജസ്റ്റ് ഒന്ന് ഞാനിവിടെ കൊടുത്തു, ഓക്കെ, അപ്ലൈ കൊടുത്തു. അതിനുശേഷം ഇവിടെ ബാക്ക് പോയി നോക്കാം. ഓക്കെ, ഫിനിഷിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പം എങ്ങനെയാണ് വരുന്നത്, ഓക്കെ, നിങ്ങൾക്കൊന്ന് കണ്ടാൽ മനസ്സിലാവട്ടെ ഏട്ടാ. ഓക്കെ, ഇപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് സൂമായിട്ട് കാണിച്ചു തരാം. ഓക്കെ, സൂം ആക്കിയിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ് വരുന്നത്, ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ക്യാപ്ചർ വേണമെന്നുണ്ടെങ്കിൽ ക്യാപ്ചറും കൊടുക്കാം. അതിനുശേഷം ജസ്റ്റ് ഒന്ന് നെക്സ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം കേട്ടോ. ഇവിടെ ഓൾറെഡി തിരിഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ്. അതിനുശേഷം ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഡൗൺലോഡ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഓക്കെ, തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്കിത് അതിന് ശേഷം ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഡൗൺലോഡ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇൻസ്റ്റാഗ്രാമിലാണോ പോസ്റ്റ് ചെയ്യേണ്ടത്, അതല്ല യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ പോസ്റ്റ് ചെയ്യണോ എന്നുണ്ടെങ്കിൽ ഇതേ വീഡിയോ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലും പോസ്റ്റ് ചെയ്യാം, യൂട്യൂബിലും പോസ്റ്റ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ കൂടുതൽ വ്യൂസ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓഡിയൻസും കൂടി നമുക്ക് യൂട്യൂബ് ചാനലിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കൂടുതൽ ആൾക്കാർ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നത് ഈ യൂട്യൂബിലേക്ക് ആളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ നമ്മൾ നിറഞ്ഞു നിൽക്കുമ്പോഴത്തേക്കാണ് നമുക്ക് കൂടുതൽ വ്യൂസ് വരിക. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇത് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് വീഡിയോ ഇതുപോലത്തെ നിങ്ങൾക്ക് വീഡിയോ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ട് ട്രിക്കുകൾ ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നുള്ളത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാം. പിന്നെ കൂടാണ്ട് ഷെയറും ചെയ്ത് കൊടുക്കാം കേട്ടോ. കമൻറ്റും നല്ല അടിപൊളിയായിട്ടുള്ള കമൻറ്റും ഇടാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ഒരു കമൻറ്റും ഇടാം.